ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾക്കൊരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് സവോളയും തക്കാളിയും മാത്രം മതി. അപ്പോൾ നമുക്കത് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 3 മീഡിയം സൈസ് തക്കാളി, 2 വലിയ സവോള, ഒരു 1/4 മുറി നാളികേരം ചിരവിയത്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 വെള്ളുള്ളി അല്ലിയും 2 പച്ചമുളകും. ഇത്രയും മാത്രം മതി, വളരെ കുറച്ച് ഐറ്റംസ് മാത്രം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു, തീ ലോ ഫ്ലെയിമിലിട്ട് 3/4 സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഞാൻ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനി അത് വേറൊരു ബൗളിലേക്ക് ഇതാ മാറ്റി കൊടുത്തു. ഇനി നമുക്ക് ആ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ആ ഉഴുന്ന് പരിപ്പ് റോസ്റ്റ് ചെയ്തും ചേർത്തു. പിന്നെ ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് വെള്ളം ഒഴിച്ചൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് അരച്ചെടുക്കാം. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുക. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മളൊരു 2 സ്പൂൺ അളവിൽ ഓയിലോ വെളിച്ചെണ്ണ എന്താ വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഓയിലാണ് ചേർത്തത്. ചൂടാവുന്ന സമയത്ത് 1/4 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ 2 സവാള ഇതേപോലെ പൊടിയായി കട്ട് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളുള്ളി പൊടിയായി കട്ട് ചെയ്തും ആ പച്ചമുളക് കട്ട് ചെയ്തും അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ എത്രയാണോ സവാള എടുക്കുന്നത് അത്ര തന്നെയാണ് തക്കാളി എടുക്കേണ്ടത്. അപ്പോൾ ഇനി അതിലേക്ക് അല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നൊന്ന് വഴന്ന് വരാനും കറിക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ്. അപ്പോൾ ഇതേപോലെ വഴന്ന് വരുന്ന സമയത്ത് തക്കാളി ഇതേ പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുകൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ കിഴങ്ങെല്ലാം വെച്ച് രാവിലെ തന്നെ ബാജി ഇഷ്ടമെല്ലാം ഉണ്ടാക്കി മടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതൊരു അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി ഒരു 3 മിനിറ്റ് ഒന്നുകൂടി വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ആ 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഒരുവിധം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കയ്യിലേക്ക് അല്പം പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല. ഇത്ര മാത്രം മതി. വളരെ കുറച്ചാണ് നമ്മളതിൽ ചേർക്കുന്നുള്ളൂ. ഒരുപാട് അങ്ങോട്ട് എരിവുള്ള കറിയൊന്നുമല്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനാണ്. പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം, ഇടിയപ്പം. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. എന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്പം കൂടി ഇപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി നമുക്കത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ആ മസാലയൊക്കെ ഒന്ന് ചേർന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് കഴിഞ്ഞ് ഞാനത് തുറന്ന് നോക്കി. ഇപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ സവോളയും എല്ലാം ഒന്ന് ശരിക്കും സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊക്കെ വേഗം കഴിയും. പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് രാവിലെ പരിപാടി കഴിയും. ഇനിയിപ്പോൾ അരച്ച തേങ്ങയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളവും പിന്നെ ആ മിക്സിയുടെ ജാറ് കഴിയുക കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ കഴിച്ച് മടുത്ത അവർക്ക് ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ്. സവോളയും തക്കാളിയും വെച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഉഴുന്ന് പരിപ്പിന് പകരം നമുക്ക് കാഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ കാഷ്യൂ നേരത്തെ വെള്ളത്തിലിട്ട് വെക്കണം. ഇത് പെട്ടെന്ന് ചേർക്കുന്ന ഒരു ഐറ്റമാണ് ഞാൻ കാണിക്കുന്നത്. പോരാത്ത ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് ഐറ്റമൊന്നും നമ്മൾക്ക് ഇതിൽ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കറി നമ്മൾ ബാജി, ഇഷ്ടു, കുറുമയെല്ലാം ഉണ്ടാക്കുന്ന അതേ പരുവത്തിലായിരിക്കണം, അതേ തിക്കിൽ തന്നെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അധികം എരിവൊന്നും ഇല്ലാത്തൊരു കറി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിൾ കറി, സവോളയും തക്കാളിയും വെച്ചുള്ള സിമ്പിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. കാരണം ഉരുളക്കിഴങ്ങൊക്കെ എപ്പോഴും കഴിച്ച് മടുത്തതാണല്ലോ. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണ് ഞാനിന്ന് കഴിക്കുന്നത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.